അതുപോലെ നമ്മുടെ മക്കൾ സ്കൂളിൽ വന്നാലും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ അല്ലേ നമ്മൾ ദോഷമില്ലാത്ത ഭക്ഷണങ്ങളായിരുന്നു കുട്ടികൾ സ്കൂളിൽ വന്നാൽ കൊടുത്തിരുന്നത്. പിന്നെ കൊഴുക്കട്ട, ഇലയട, പൂവട അങ്ങനെയുള്ള നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറ്റൂല ഈ കാരം. പറ്റുകയാണെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാണ് കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം. അതുപോലെ ഈ ചിപ്സ്, നൂഡിൽസ്, ലേസുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളെ കുട്ടികൾക്ക് അത് നമ്മൾ കൊടുത്ത് ശീലമാക്കരുത്. അവരുടെ പൂതിക്കൊക്കെ വല്ലപ്പോഴും കൊടുക്കുക എന്നല്ലാതെ എപ്പോഴും അത് കൊടുക്കരുത്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പഴം നെയ്യിലൊക്കെ വാട്ടി കൊടുക്കുക. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യട്ടോ. നമ്മൾ വലിയവർക്ക് ഇതൊന്നും ആവശ്യമില്ലെങ്കിലും വളരുന്ന മക്കൾക്ക് കുറേയൊക്കെ ഫാറ്റൊക്കെ ഉള്ളിലേക്ക് ചെല്ലുന്നത് നല്ലതാണ്. അവരുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ പ്രോട്ടീനും വിറ്റാമിനും മിനറൽസും ഒക്കെ അവർക്ക് ചെല്ലണം. വലുതായി കഴിഞ്ഞാൽ എന്തായാലും നമുക്കിതൊന്നും ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ ശരീരത്തിന് ഇങ്ങനെയുള്ള കുറച്ചൊക്കെ നെയ്യ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. കാരണം അവർ വളർന്നു വരുന്ന ഒരു പ്രായമാണ്. അവരെന്ത് കഴിച്ചാലും അത് അവരുടെ വളർച്ചയിലേക്കാണ് പോകുന്നത്. ഒരു 18 വയസ്സ് വരെ പെൺകുട്ടികൾക്കും ഒരു 22 വയസ്സ് വരെ ആൺകുട്ടികൾക്കും അവരെന്ത് കഴിച്ചാലും അവരുടെ വളർച്ചയിലേക്കാണ് അത് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് അവരുടെ ശരീരങ്ങൾ വളരില്ല. പിന്നീട് നമ്മൾ എന്ത് കഴിച്ചാലും ഓവറായിട്ട്